മലയാള നോവൽ സാഹിത്യത്തിലെ വേറിട്ട് നിൽക്കുന്ന ഒരു കൃതിയാണ് ജ്ഞാനപീഠ ജേതാവ് ശ്രീ എം.ടി. വാസുദേവൻ നായരുടെ രണ്ടാം ഊഴം. മഹാഭാരതമെന്ന ഇതിഹാസകൃതിയിൽ കൃഷ്ണദ്വൈപായൻ എന്ന വ്യാസൻ പലയിടങ്ങളിലായി നിറച്ചുവെച്ച അർത്ഥപൂർണമായ മൗനങ്ങളിലേക്ക് ഒരു അന്വേഷകൻ്റെ മനസ്സുമായി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് എം ടി തന്നെ എഴുതിയിട്ടുണ്ട്. കൃഷ്ണദ്വൈപായൻ ക്രോഡീകരിച്ച കഥയുടെ ചട്ടക്കൂടിൽ നിന്ന് വ്യത്യാസമൊന്നും ഞാൻ വരുത്തിയിട്ടില്ല. സ്വാതന്ത്ര്യമെടുത്ത ഭാഗങ്ങൾക്ക് ആധാരം അദ്ദേഹത്തിൻ്റെ നിശബ്ദതകളാണ്. പിന്നീട് വരുന്നവർക്കായി വിട്ടുവച്ച അർത്ഥപൂർണമായ നിശബ്ദതകൾ വരികൾക്കിടയിൽ തന്നെ അദ്ദേഹം നൽകുന്നുണ്ട്. എം ടിയുടെ രണ്ടാമൂഴത്തിലെ കേന്ദ്ര കഥാപാത്രം പാണ്ഡവരിൽ രണ്ടാമനായ ഭീമനാണ്. ഭീമൻ്റെ ആത്മകഥകളിലൂടെയും ആത്മസംഘർഷങ്ങളിലൂടെയുമാണ് നോവൽ മുന്നോട്ടു പോകുന്നത്. ബാലസാഹിത്യകൃതികളും ചിത്രകഥകളുമെല്ലാം നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുപോയ ഒരു ഭീമനുണ്ട്. മഹാബലവാനും വലിയ ശരീരമുള്ള പെരുവയറനായ ഊശാൻ താടിക്കാരനായ ഭീമൻ. മാനുഷികമെന്ന നിലക്ക് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന പല സംഭവങ്ങളും ദൈവീകമായ പരിവേഷം നൽകി പല കൂട്ടിച്ചേർക്കലുകളും പിൽക്കാലത്ത് മഹാഭാരത കഥകളിൽ പലരും വരുത്തിയിട്ടുണ്ട്. രണ്ടാമൂഴത്തിലെ ഭീമൻ തികഞ്ഞ യോദ്ധാവാണ്, പക്ഷേ അമാനുഷികനല്ല. കാമമോഹ വൈരാഗ്യങ്ങൾ മറച്ചുപിടിക്കാനറിയാത്ത കരുത്തനായ പോരാളിയാണ്. ആര്യ നിയമങ്ങളുടെയും തത്വചിന്തകളുടെയും നിലപാട് തറയിൽ തളച്ചിടപ്പെടാത്ത മനുഷ്യനാണ്. അയാളുടെ നിഷ്കളങ്കത ദ്രൗപദിയോടുള്ള ഭ്രാന്തമായ സ്നേഹത്തിൽ നമുക്ക് കാണാം. അവൾക്കായി കല്യാണ സൗഗന്ധികം തേടിപ്പോകുന്നതും കൗരവസഭയിൽ വസ്ത്രാക്ഷേപയായ ദ്രൗപദിക്ക് വേണ്ടി ദുശാസനനെ കൊന്ന് ആ രക്തം പുരണ്ട കൈകൊണ്ട് അന്നേ അഴിച്ചിട്ട മുടി കെട്ടിക്കൊടുക്കുമെന്ന പ്രതിജ്ഞയും ദ്രൗപദിയോടുള്ള സ്നേഹത്തിൻ്റെ ആഴം സൂചിപ്പിക്കുന്നതാണ്. നോവലിൻ്റെ ആദ്യ അധ്യായമായ യാത്ര മഹാഭാരത കഥയുടെ അവസാന ഭാഗത്തിൻ്റെ ഹൃദയകാരിയായ ആഖ്യാനമാണ്. സ്വർഗസ്ഥാനത്തേക്കുള്ള മഹാപ്രസ്ഥാനമെന്ന പാണ്ഡവരുടെ ഒടുവിലത്തെ യാത്രയാണിത്. പിന്നിട്ട വഴികളിലേക്ക് മാത്രമല്ല, പിന്നിട്ട ജീവിത പദങ്ങളിലെവിടേക്കും തിരിഞ്ഞു നോക്കരുത് എന്നാണ് മഹാപ്രസ്ഥാനത്തിൻ്റെ നിയമം. യുധിഷ്ഠിരൻ മറ്റുള്ളവരോടായി പറയുന്നുണ്ട്, നമുക്കിനി ഭൂതകാലമില്ല. ഓർമ്മകളും പ്രതീക്ഷകളും മായ്ച്ചു കളഞ്ഞാൽ മനസ്സ് അചഞ്ചലമാകുന്നു, സ്ഫടികശുദ്ധമാകുന്നു. അങ്ങനെ ഏറ്റവും മുന്നിലായി യുധിഷ്ഠിരനും അയാൾക്ക് പിന്നിലായി സഹോദരർ 4 പേരും അവർക്കും പിന്നിലായി ദ്രൗപദിയും നടന്നു നീങ്ങുകയാണ്. ഹിമവൽ ശൃംഗങ്ങൾ അകലെ തെളിഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ്റെ കാൽവെപ്പുകൾക്ക് വേഗം കൂടി. ഭീമൻ പിന്നിലെ കിതപ്പുകൾക്കും കാലച്ചകൾക്കും ചെവിയോർത്തുകൊണ്ട് വേഗം കൂടാതെ നടന്നു. ഒരു തേങ്ങലും അടക്കിയ വിലാപവും ഭീമൻ കേട്ടു. യുധിഷ്ഠിരൻ കേൾക്കാനായി ഭീമൻ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ട്, നിൽക്കൂ ജ്യേഷ്ഠ, ദ്രൗപദി വീണുപോയി. യുധിഷ്ഠിരൻ തിരിഞ്ഞു നോക്കാതെ പറയുകയാണ്, ഉടലോടെ ദേവവധത്തിലെത്താനുള്ള ആത്മവീര്യം അവൾ പണ്ടേ നഷ്ടപ്പെടുത്തി. അവൾ അർജുനനെ മാത്രമേ സ്നേഹിച്ചിരുന്നുള്ളൂ. രാജസൂയത്തിൽ എൻ്റെ അരികെ ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അർജുനനിലായിരുന്നു. വീണവർക്ക് വേണ്ടി കാത്തു നിൽക്കാതെ യാത്ര തുടരൂ. വഴിമുടക്കി നിന്ന ഭീമനെ വലം വെച്ചുകൊണ്ട് അർജുനനും കടന്നുപോയി. നകുലൻ കടന്നു പോകുമ്പോൾ പിറുപിറുത്തു, ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാൻ സമയമില്ല. സഹദേവൻ ദ്രൗപദിയെയും വാരിയെടുത്ത് കടന്നുപോകുന്ന നിമിഷവും കാത്ത് ഭീമൻ നിന്നു. ദ്രൗപദി അവന് 5-ാം ഊഴം നൽകിയ ഭാര്യ മാത്രമല്ല, ഒരമ്മയുടെ സ്നേഹവാത്സല്യം വാരിച്ചൊരിഞ്ഞവളാണ്. ധ്യാനത്തിൻ്റെ വിറയാർന്ന ചുണ്ടുകളുമായി എല്ലാവരും കടന്നുപോയപ്പോൾ ഭീമസേനൻ മഹാപ്രസ്ഥാനത്തിൻ്റെ നിയമങ്ങൾ മറന്ന് ദ്രൗപദിയുടെ അരികിലെത്തി. ദ്രൗപദിയുടെ കണ്ണുകൾ ആർദ്രമായി. ചുണ്ടുകളിൽ ചോദ്യങ്ങൾ തിക്കിത്തിരക്കി വരുന്നതായി ഭീമന് തോന്നി. പ്രാർത്ഥനയോ ക്ഷമാപണമോ അതോ കടന്നുപോയവർക്ക് ഒരു ശാപമോ? മഹാഭാരതത്തിൻ്റെ അവസാന ഭാഗം ഒരു ശില്പിയുടെ കരവിരുതോടെയാണ് രണ്ടാമൂഴത്തിൻ്റെ ആദ്യ അധ്യായമായി എം ടി വരച്ചു വച്ചിട്ടുള്ളത്. മഹാഭാരതത്തിൻ്റെ പുനർവായന സാഹിത്യത്തിൽ ഇതാദ്യമല്ല. കാലദേശങ്ങളെ അതിജീവിച്ച ഇതിഹാസകൃതി ഇന്നും പുനർവായനക്കും പുതുവ്യാഖ്യാനങ്ങൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഭീമസേനൻ്റെ മാനസിക വ്യാപാരങ്ങളിലൂടെ
വായനക്കാർക്ക് നല്ലൊരു വായനാനുഭവം രണ്ടാമൂഴം നൽകുന്നു. യുധിഷ്ഠിരൻ്റെ കരുത്ത് ഭീമസേനാണ്. എന്നാൽ ആ പരിഗണന യുധിഷ്ഠിരൻ ഭീമനൊരിക്കലും നൽകുന്നില്ല. മന്ദൻ, മൃഗോദരൻ എന്നൊക്കെയാണ് പരിഹാസത്തോടെ പലപ്പോഴും ഭീമനെ വിളിക്കാറ്. ഭീമൻ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് മഹാഭാരതത്തിൽ. അവിടെയെല്ലാം ഒരു പുനർവായന നടത്തുകയാണ് രണ്ടാമൂഴം ചെയ്യുന്നത്. ഭീമൻ മന്ദനല്ല, പഞ്ചപാണ്ഡവരിൽ ഏറ്റവും ബുദ്ധിമാനും പോരാട്ടവീര്യമുള്ളവരുമാണെന്ന് MT ഈ നോവലിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ചൂതുകളി ഭ്രമം കൊണ്ട് രാജ്യം നഷ്ടപ്പെടുത്തിയപ്പോഴും അയാൾ ജ്യേഷ്ഠനെ കുറ്റപ്പെടുത്തുന്നില്ല. ദ്രൗപദിയോട് ഏറ്റവും കരുതലും സ്നേഹവും കാണിച്ചയാളാണ് രണ്ടാമൂഴത്തിലെ ഭീമൻ. കൗരവപക്ഷത്ത് ഏറ്റവും നാശം വിതച്ചയാളും ഭീമനായിരുന്നു. അയാൾക്ക് അയാളുടേതായ ശരികളുണ്ടായിരുന്നു. അവിടെ യുദ്ധനിയമങ്ങൾക്ക് പ്രസക്തിയില്ല. രണ്ടാമൂഴത്തിൽ ഒരിടത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്, ശത്രുവിനോട് ദയ കാട്ടരുത്. ദയയിൽ നിന്നും കരുത്തു നേടിയ ശത്രു വീണ്ടും നേരിടുമ്പോൾ അജയ്യനാകും. മൃഗത്തെ വിട്ടുകളയാം, മനുഷ്യന് രണ്ടാമതൊരവസരം കൊടുക്കരുത്. യുദ്ധം ജയിച്ചപ്പോൾ ഭീമൻ രാജാവാകണമെന്നതാണ് കൃഷ്ണനും അർജുനനും ആവശ്യപ്പെടുന്നത്. യുദ്ധം ജയിപ്പിച്ചവനാണ് രാജ്യഭരണത്തിന് അർഹത എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. പക്ഷേ ഭീമന് മുന്നിൽ വിലങ്ങുതടിയായി നിന്നത് 2 സ്ത്രീകളാണ്. ഒന്ന് കുന്തിയും മറ്റൊന്ന് ദ്രൗപദിയും. കുന്തി പറയുന്നുണ്ട്, ജ്യേഷ്ഠൻ തന്നെ രാജാവാകണം. ധർമ്മശാസ്ത്രവും രാജനീതിയും അറിയാത്ത നീ യോഗ്യനല്ല, അതുകൊണ്ട് തയ്യാറല്ല എന്ന് ഉറപ്പിച്ചു പറയണം. ഇളയച്ചൻ വിതുരരുടെ താല്പര്യവും അങ്ങനെയാണ്. ഭീമനെ സംബന്ധിച്ച് ദ്രൗപദി ഒരു ദൗർബല്യമാണ്. രണ്ടാമൂഴം നോവലിൽ ഈ ഘട്ടത്തിൽ ദ്രൗപദി ഭീമനോട് പറയുന്നുണ്ട്, യുധിഷ്ഠിരൻ രാജാവായാൽ ഞാനാണ് രാജ്ഞിയാവുക, മറിച്ചായാൽ ബലന്ധരയാവും. പിന്നെ അവളുടെ ഔദാര്യത്തിൽ അന്തഃപുരത്തിൽ ഞാൻ കാലം കഴിക്കേണ്ടി വരും. രാജനിയമങ്ങൾ കുറച്ചൊക്കെ എനിക്കും അറിയാം. ദ്രൗപദിയോടുള്ള പ്രണയം കൊണ്ട് രാജപദവി തന്നെ ത്യജിക്കുന്ന ഭീമനെയാണ് അവിടെ നാം കാണുന്നത്. ഭീമസേനൻ എന്ന അതിബലവാനായ പോരാളി തകർന്നു പോകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട് രണ്ടാമൂഴത്തിൽ. അതിലൊന്ന്, തൻ്റെ ആജന്മവൈരിയായ കർണൻ തൻ്റെ ജ്യേഷ്ഠനായിരുന്നു എന്ന് അറിയുമ്പോഴാണ്. കുന്തി പറയുന്നുണ്ട്, കർണൻ സൂതപുത്രൻ തന്നെ. ആ സൂതൻ സുന്ദരനായിരുന്നു. മഹർഷിമാരുടെ ദാസ്യപ്പണിക്കിടയിൽ എന്നോട് അല്പം കരുണ കാണിച്ചത് ആ സൂതനാണ്. ഇത് കേട്ട് സ്തബ്ധനായ ഭീമൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഞാനാരാണ്? ജ്ഞാനിയാകാനുള്ള പുത്രനെ കിട്ടാൻ മഹാപണ്ഡിതൻ വിതുരരെ സ്വീകരിച്ചു, അതാണ് യുധിഷ്ഠിരൻ. പിന്നെ രാജാവിന് വേണ്ടത് ശക്തനെയായിരുന്നു, വായുദേവനെ പോലെ ശക്തൻ. കൊടുങ്കാട്ടിൽ നിന്നയാൾ ഇറങ്ങി വന്നു, ചണ്ടമാരുതനെ പോലെ ഒരു കാട്ടാളൻ. തൻ്റെ പിതൃത്വത്തെപ്പറ്റിയുള്ള അമ്മയുടെ വെളിപ്പെടുത്തലിൽ ഗദാപ്രഹരമേറ്റതുപോലെ തളർന്നുപോയ ഭീമസേനനെ നമുക്ക് ഈ സന്ദർഭത്തിൽ കാണാം. കാട്ടാള സ്ത്രീയായ ഇടുമ്പിയിൽ തനിക്ക് ജനിച്ച കടോൽക്കജൻ കൗരവപക്ഷത്ത് വലിയ ആൾനാശം വരുത്തുന്നുണ്ട്. അയാൾ യുദ്ധമുഖത്ത് മരിച്ചപ്പോൾ പാണ്ഡവപക്ഷത്ത് അതൊരു വാർത്തയാവുന്നില്ല. എന്നാൽ പത്മവ്യൂഹത്തിൽപ്പെട്ട് അർജുനപുത്രൻ അഭിമന്യു മരിച്ചപ്പോൾ എങ്ങും സംസാര വിഷയം അതായിരുന്നു. ഒരച്ഛൻ്റെ ഹൃദയവേദന ഈ നോവലിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവതരണം ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരമൊരു ഇതിഹാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു നോവൽ ചെറിയ സമയത്തിനുള്ളിൽ പരിചയപ്പെടുത്തൽ അസാധ്യമാണ്. ഈ നോവൽ എഴുതാനുള്ള സാഹചര്യത്തെപ്പറ്റി പിൻകുറിപ്പിൽ MT എഴുതിയിട്ടുണ്ട്. 1977 ഒരു നവംബർ മാസത്തിൽ മരണം തൻ്റെ സമീപത്തെത്തി പിന്മാറിയെന്നും അതിനുശേഷം എഴുതി തുടങ്ങിയതാണെന്നും MT പറയുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ രണ്ടാമൂഴത്തിൽ എഴുതി തുടങ്ങിയ ഈ നോവൽ 1984 പ്രസിദ്ധീകരിച്ച രണ്ടാമൂഴം 4 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴും മലയാള നോവൽ സാഹിത്യത്തിലെ ഒരു തിലകക്കുറി പോലെ നിലനിൽക്കുന്നു എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ അവതരണം ചുരുക്കുന്നു. നന്ദി, സ്നേഹം.